മാറ്റുരയ്ക്കുന്ന അറിവും വിവേകവും ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഇവിടെ ഇതാ തുടങ്ങാൻ പോവാണ്. വെൽക്കം ടു RG Media 360 presents YXO കേരള. സോ ഞങ്ങളുടെ YXOയുടെ എപ്പിസോഡ്സ് എല്ലാം തന്നെ ട്രൂലി എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ള ഞങ്ങളുടെ O ടീമിലെയും Y ടീമിലെ ആൾക്കാർ നിങ്ങളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും പലപ്പോഴും ഞാൻ ഞെട്ടാറുണ്ട്. കാരണം O ടീമിൽ പെടുന്ന പലരും പറയാറുണ്ട് ഈ ഒരു ജനറേഷനിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന പല കുഞ്ഞുങ്ങളും പറയായിരുന്നു പണ്ടത്തെ ഒരു സമയത്തായിരുന്നെങ്കിൽ ചേച്ചി ഒരുപാട് കളിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഈ ഒരു കോൺട്രാസ്റ്റാണ്, ഈ ഒരു റിഫ്റ്റാണ് ഞങ്ങളുടെ ഈ ഒരു ഷോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായാലും നല്ല കാര്യങ്ങളും അതിലേറ്റവും മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ പോലും ഇവരുടെ ആശയങ്ങളെല്ലാം നമുക്കറിയാം. ആദ്യം വിളിക്കുന്നു ടീം O. അതേ കണ്ടില്ലേ, ഇന്നത്തെ O ടീമിൽ നമുക്ക് 3 ചെറുക്കുള്ള ചേച്ചിമാരെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ചേച്ചിമാരെ കിട്ടുമ്പോഴത്തേക്കും. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ചോദിച്ചും മനസ്സിലാക്കിയൊക്കെ പറഞ്ഞൊക്കെ തരാനായിട്ട് അവർക്ക് സാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർ ആരൊക്കെയാണ്, ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. അതിന് മുമ്പായിട്ട് നമ്മുടെ യൂത്ത് ടീമിനെയും കൂടി നമുക്കൊന്ന് വിളിക്കാനുണ്ട്. ദ ടീം Y. ഓക്കെ, സോ Y ടീമിലെയും O ടീമിലെ ആൾക്കാർ രണ്ടുപേര് എത്തിക്കഴിഞ്ഞു. എനിക്ക് നമ്മുടെ ചേച്ചിമാരിൽ നിന്ന് തുടങ്ങിയാലോ, ആൻറ്റിമാരിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് ആൻറ്റി. എൻ്റെ പേര് ലേഖ. ലേഖ, ഞാനൊരു അധ്യാപികയായിരുന്നു. ഓക്കെ, റിട്ടയർഡായി ഇപ്പം 3 വർഷമായി. ഏതായിരുന്നു വിഷയം ടീച്ചറിന്റെ? ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ കെമിസ്ട്രി ആയിരുന്നു എൻ്റെ വിഷയം. പിന്നീട് ഞാൻ അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ സൈക്കോളജി എടുത്തിരുന്നു. സൈക്കോളജി ആയിരുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി ആയിരുന്നു. കെമിസ്ട്രി എങ്ങനെയുണ്ട് ടീച്ചറെ? വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവർ പാടാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ആണ്, പക്ഷെ വളരെ രസകരമായിട്ട് ഞാൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് കെമിസ്ട്രി വളരെ എളുപ്പമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. വീട്ടില് ഹസ്ബൻഡ്, 2 പെൺകുട്ടികൾ, ഒരാൾ വിവാഹിതയായി, ഒരു മോളൂടെ ഉണ്ട്, ജോലി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും അമ്മൂമ്മയായി. അടിപൊളി. എന്നിട്ട് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പാസ്റ്റ് ടൈം ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പോൾ അത്യാവശ്യം പാടും എഴുതും, അങ്ങനെ ചെറിയ സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി 2 വരി മൂളി തരണം. തീർച്ചയായിട്ടും. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചേച്ചിയുടെ പേര്? രമാദേവി. രമാദേവി, റിട്ടയർഡ് ടീച്ചറാണ്. ഓക്കെ, വിഷയം മലയാളമാണ്. മലയാളമാണ്. ഓക്കെ, മലയാളത്തിൽ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. കാരണം നേരത്തെ വന്നൊരു കുഞ്ഞ് പറഞ്ഞത് കവിത ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ടീച്ചറിനോട് വന്ന് കുട്ടികൾ പരാതി പറയാറുണ്ടോ? പരാതിയൊന്നും പറയാറില്ല. എന്നാൽ എന്ത് തോന്നുന്നു, എന്താണ് മലയാളം തന്നെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക ഒരു കാരണമുണ്ടോ? മലയാളം ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. ഇഷ്ടമാണ് പഠിപ്പിക്കാനായിട്ട്. ഇഷ്ടമാണ് മലയാളം. ഓക്കെ, പിന്നെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു മകളാണുള്ളത്. മകള് ദന്തൽ ഡോക്ടറാണ്. അതെ അതെ. വട്ടിയൂർക്കാവാണ് ഞാൻ താമസിക്കുന്നത്. ഹസ്ബൻഡ് ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മകളുണ്ടോ കൂടെ? മകളുണ്ട്, വിവാഹം കഴിഞ്ഞു. ഓക്കെ, അവര് 2 പേരും ദന്തൽ ഡോക്ടർമാരാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ. അപ്പൊ മുത്തശ്ശിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ കണ്ടാ പറയില്ല. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ ആരാണ് ഈ മിടിമിടിക്ക്? ആരാണ്? എല്ലാവരും മിടിക്കൽ തന്നെയാണ്. എൻ്റെ പേര് രാധാമണി. ഓക്കെ, ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ എനിക്ക് മൂത്തത് മോനാണ്, മോളും ഒരു മോനുമാണ്. മോള് USA ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെൻറ് കൊല്ലം ആശ്രമം. മോൻ ബിസിനസ്സാണ്. മോനിപ്പം തൽക്കാലം എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ പാലക്കാടാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നതാണോ? അല്ല, ഞാൻ ജനിച്ചതും വളർന്നതും തിരുവനന്തപുരത്താണ്. എൻ്റെ അത് കഴിഞ്ഞിട്ട് മാരേജ് ചെയ്ത് പാലക്കാട് പോയത്. മാരേജ് കഴിഞ്ഞ് അങ്ങ് പാലക്കാട് പോയത്. കൂടുതലും കാലം ജീവിച്ചത് പാലക്കാടാണ്. കൂടുതലും. അപ്പൊ പാലക്കാടിന്റെ ചൂടാണോ തിരുവനന്തപുരത്തിന്റെ മനോഹാരിതയാണോ ഇഷ്ടം? എന്താണ്, പാലക്കാടിന്റെ ചൂടാണോ ഇഷ്ടം അതോ തിരുവനന്തപുരമാണോ? തിരുവനന്തപുരമാണ്. കാലാവസ്ഥ നല്ലത് തിരുവനന്തപുരമാണ്. കൽപ്പാത്തിയിലൊക്കെ പോയിട്ടുണ്ടോ? കൽപ്പാത്തിയിൽ രഥോത്സവം.
കൽപ്പാത്തി രഥോത്സവം ഭയങ്കര ഫേമസ് ആണ്. ഈ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ ആ രാമശ്ശേരി ഇഡ്ഡലി നല്ലതാണ്. അത് ഒരു മാസം ഇരുന്നാലും കേടുവരില്ലെന്നാ പറഞ്ഞു. ഞാൻ രാമശ്ശേരി ഇഡ്ഡലി അല്ലേ? ഓക്കെ. ഞാൻ ഇവിടുന്ന് ഞങ്ങളുടെ അവിടെ നാട്ടിൽ ഈ ബോംബെയിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ആദ്യം ഇഡ്ഡലിയെ പോലെ അത്ര കട്ടിയില്ല, എന്നാലും നല്ലതാണ് ഇഡ്ഡലി. ഓക്കെ ഓക്കെ, അടിപൊളി. എന്നിട്ട് നമ്മുടെ O ടീമിന്റെ ആൾക്കാരെയൊക്കെ കണ്ടു. ഇനി Y ടീമിൽ വലിയ സന്തോഷമില്ലാതെ 3 പേര് എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ഇവരെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണ്? മോനിൽ നിന്ന് തുടങ്ങാം. സീരിയസ് ആണെന്ന് തോന്നുന്നു. പൊതുവേ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ ആംബിവേർട്ടാണോ എന്താണ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എന്നാലും ചെറിയൊരു ഇൻട്രോവേർട്ടിസം ഉണ്ടോ? ചെറുതായിട്ട് അവനൊരു ഇൻട്രോവേർട്ടാണ്. അവൻ അങ്ങോട്ട് തന്നെ ഇഷ്ടമായിട്ടില്ല. എന്നാലും എന്താണ് പേരെങ്ങനെയാണ് മോൻ്റെ? എൻ്റെ പേര് യദു. യദു എവിടെയാണ്? ഏത് ക്ലാസ്സിലാണ്? ഞാൻ ഉച്ചക്കട 9ാം ക്ലാസ്സിലാണ്. 9ാം ക്ലാസ്സിൽ. എങ്ങനെയുണ്ട് 9ാം ക്ലാസ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ഈ തിരുവനന്തപുരത്തുകാരുടെ മൊത്തം പ്രത്യേകതയാന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ചോദിച്ചാലും ഓന്നേ പറയുള്ളൂ. ഓ ഓ ഓ ഓ. എന്നിട്ട് ഏറ്റവും കൂടുതൽ പാടുള്ള ഒരു വിഷയം ഏതാ തോന്നിയത് മോൻ 9ാം ക്ലാസ്സിൽ? ഫിസിക്സ് ആണോ? രക്ഷപ്പെട്ടു. കെമിസ്ട്രി അല്ല കേട്ടോ ടീച്ചറെ, ഫിസിക്സ് ആണ് ഏറ്റവും പാടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സിൽ എന്താ പാടായിട്ട് തോന്നിയത് മോൻ? എന്താ കാരണം ഫിസിക്സ് പാടാവാൻ? ഫിസിക്സ് പാടാവാൻ കുറെ കണക്കുകളൊക്കെ ഉണ്ട്, അത് നീട്ടി എഴുതുമ്പോൾ കുറച്ച് പാടാണ്. ഇക്വേഷൻസ് ഒക്കെ പ്രശ്നമാണ്, കുറച്ച് പ്രശ്നമാണ് ഫിസിക്സ്. ഓക്കെ. എന്നിട്ട് വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മ, ഞാൻ, ചേച്ചി, അമ്മമ്മ. ചേച്ചി എത്രാം ക്ലാസ്സിലാണ്? 10th. ഓ 10th. ഒരു വർഷത്തേ ഉള്ളൂ അല്ലേ? എന്നാലും ചേച്ചിയായിട്ട് മനസ്സുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവളും ഇവളൊന്നൊക്കെയാണോ വിളിക്കുന്നത്? എടി പോടി എന്നാണോ വിളിക്കുന്നത്? ചിലപ്പോഴൊക്കെ. എപ്പോഴൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? വഴക്കിടുമ്പോഴാണോ? വഴക്കിടുമ്പോഴാണ്. എന്തിന്റെ കാര്യത്തിലാണ് വഴക്ക് വരുന്നത് ചേച്ചി അനിയനും തമ്മിൽ? എന്തെങ്കിലും സംസാരിച്ച് അങ്ങ് പോകുമ്പോ വഴക്കാവും. എന്താണ് നിങ്ങൾ ഇത്ര ഭൂലങ്കർഷമായിട്ട് സംസാരിക്കുന്നത്? അന്താരാഷ്ട്ര കാര്യങ്ങൾ, ഇനി ഈ പറഞ്ഞ അമേരിക്ക ട്രംപ് കൊണ്ടുപോവോ കമല ഹാരിസ് കൊണ്ടുപോവോ, അതാണോ പ്രശ്നം നിങ്ങളുടെ? അതോ അല്ല, പിന്നെ എന്തെങ്കിലും ക്ലാസ്സിലേക്ക് കാര്യം സംസാരിക്കുമ്പോ നിങ്ങൾ ഒരു സ്കൂളിലാണോ? ഒരു സ്കൂളിലാണ്. അതാണ് പ്രശ്നം. നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ചേച്ചിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, കുഴപ്പമില്ല. ചേച്ചിയുടെ ഫ്രണ്ട്സിനെ നിനക്ക് ഇഷ്ടമാണോ? കുഴപ്പമില്ല, ഇഷ്ടമാണ്. പിന്നെ എവിടെയാ നിങ്ങൾ ക്ലാഷ്? എവിടെയാ ഇതില് ക്ലാഷ്? എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇതൊന്നും പറയാൻ പറ്റൂല. അതാണ് നിന്റെ ക്ലാസ്സിലെ കാര്യങ്ങൾ നിന്നെ ഇപ്പൊ പുറത്ത് നിർത്തി അല്ലെങ്കിൽ നിന്നെ പറഞ്ഞു വിട്ടു, നീ ഹോംവർക്ക് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങൾ ചേച്ചി വീട്ടിൽ ഒന്ന് പറയാറുണ്ടോ? ഇല്ല. അതും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇവരെ വഴക്കാന്ന്. എന്ത് കാര്യത്തില്ല? എനിക്കത് മനസ്സിലായില്ല. എങ്ങനെയാ വഴക്കുണ്ടാവുന്നു? എങ്ങനെയാ തല്ലി തീർക്കാണോ? അല്ല, പറഞ്ഞു തീർക്കും. എങ്ങനെയാണ് വായ്ത്താരി? എങ്ങനെയാണ് പറഞ്ഞു തീർക്കാന്ന് പറയുന്നത്? ഒച്ചത്തിലാണോ അതോ ഇനി? ഒച്ചത്തിലാണ്. ആർക്കാണ് ഒച്ച കൂടുതൽ? ഇതിൽ ആർക്കാണ്? ചേച്ചിക്കാണ്. അത് ചേച്ചിക്കാണ്. അത് പെണ്ണുങ്ങൾ റൂൾസ്. ഓക്കെ അല്ലേ? നമ്മൾ അങ്ങനെ പറഞ്ഞു തോപ്പിക്കാൻ നമ്മളെ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അങ്ങനെയൊന്നും നമ്മളെ വിജയിപ്പിക്കാൻ നോക്കണ്ട. അപ്പം അമ്മ ആരുടെ സൈഡാണ് കൂടുതൽ നിൽക്കാറുള്ളത്? അമ്മ രണ്ടുപേരുടെ സൈഡിൽ ഒരുപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നു. ഏറ്റവും എന്താണ് ആഗ്രഹിക്കുന്നത് മോൻ വലുതാവുമ്പം? എനിക്ക് എന്തെങ്കിലും ഒന്ന്. അങ്ങനെ പ്രത്യേകിച്ച് നിനക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല? നിനക്ക് ഇപ്പൊ ജീവിതത്തിൽ നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഘടകം എന്താണ്? അപ്പൊ എനിക്കതൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നീ വളരെ ഒന്നും നിന്നെ അലട്ടാത്ത പോലെ നിർവികാരനായിട്ട് നിൽക്കുന്നു. എന്താ നിന്നെ മുന്നോട്ട് നയിക്കുന്ന ഘടകം ഇപ്പൊ ജീവിതത്തില്? ടീച്ചർമാരാണോ മുന്നോട്ട് നയിക്കുന്ന ഘടകം? എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് കാണണം, എങ്ങനെയെങ്കിലും ഇവരുടെ പ്രീതി സമ്പാദിക്കണം, മാർഗം നേടണം. ഇത്രയേ ഉള്ളൂ. വേറെ ജീവിത ആഗ്രഹങ്ങളൊന്നും ഇല്ലേ മോനെ? ഒന്നുമില്ല. ഈ ചെറിയ പ്രായത്തിൽ നിനക്ക് ആഗ്രഹങ്ങളില്ല? ഇല്ല. സാധാരണ ISRO സയന്റിസ്റ്റ്, വാനനിരീക്ഷണം എന്നൊക്കെ പറയുന്ന നിനക്ക് ഒരു ആഗ്രഹങ്ങളും ഇല്ല? ഒരു സിനിമാ നടനെ കാണണം, അല്ലെങ്കിൽ കളിക്കാൻ പോകണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ മോന്? സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ട്. ചെറിയൊരു താല്പര്യമുണ്ട്. ഏത് സ്പോർട്ടാ? ക്രിക്കറ്റിൽ ആരെ ഇഷ്ടം? വിരാട് കോഹ്ലിനെയാണ് ഇഷ്ടം. ഓക്കെ. മോളിലേക്ക് വരുമ്പോൾ മോൾ എന്താണ് ചെയ്യുന്നത്? പേരെങ്ങനെയാണ്? എല്ലാം പറഞ്ഞേ. എൻ്റെ പേര് അനഘ. ഞാൻ 7ാം ക്ലാസ് ഭാരതീയ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥിനിയാണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്? എൻ്റെ വീട്ടിൽ ഞാൻ, അമ്മുമ്മ, അപ്പൂപ്പൻ, അച്ഛൻ, അമ്മ, അനിയത്തി. ഇതിൽ ഏറ്റവും സോഫ്റ്റ് ആരാണ്? അമ്മുമ്മയാണോ, അപ്പൂപ്പനാണോ, അച്ഛനാണോ, അമ്മയാണോ? പാവം ആരാ ഇതില്? സോഫ്റ്റ് അപ്പൂപ്പൻ. അപ്പൂപ്പനാണ്. അച്ഛനും അമ്മ എങ്ങനെയുണ്ട് കമ്പാരിറ്റീവ്ലി? താരതമ്യം ചെയ്യുമ്പോൾ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പക്ഷെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് കുറച്ചുകൂടെ നല്ലത്. വഴക്ക് പറയുന്ന ആരാ ഇതിൽ കൂടുതലായിട്ട്? അമ്മ തന്നെയാണ്. അമ്മമാർക്ക് എപ്പോഴും ആ മാർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ പറഞ്ഞാലും അമ്മമാർക്ക് തന്നെ മെറിറ്റ്.
ഓക്കെ. അപ്പോൾ അപ്പൂപ്പനും ഈ അച്ഛനും അമ്മയായിട്ടും പറഞ്ഞിട്ട് നടക്കാത്ത കാര്യങ്ങൾ അപ്പൂപ്പനും അമ്മയുടെ അടുത്ത് ചോദിച്ച് മേടിക്കാറുണ്ടോ? എൻ്റെ അനിയത്തി വാങ്ങാറുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ വാങ്ങും. വാങ്ങിക്കാറുണ്ട്. അനിയത്തി എന്താ ചെയ്യുന്നേ? അനിയത്തി 2ാം ക്ലാസ്സിൽ പഠിക്കും. 2ാം ക്ലാസ്. നിങ്ങൾ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എങ്ങനെയുണ്ട്? അനിയത്തിയെ മാറ്റി ഒരു അനിയനെ എടുക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ വന്നപ്പോൾ അനിയത്തി ആയിപ്പോയി. ഇപ്പം നിനക്ക് അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടോ? ഒരു അനിയനായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നല്ലതായിരുന്നു, നമുക്ക് കളിക്കാമായിരുന്നു. ഉണ്ടായിരുന്നു. എന്താ ഈ അനിയത്തിയുടെ പ്രശ്നം എന്താണ്? അനിയത്തിമാർക്കുള്ള പ്രശ്നം എന്താണ്? അവരൊന്നും ഓടിക്കളിക്കാൻ വരില്ല, അവർ ബൊമ്മ വെച്ചെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. അവർ ബൊമ്മ കളിയാണ് കൂടുതൽ. ഓടിത്തൊട്ട് കളിക്കുന്നൊന്നും അവർ വരുന്നില്ല. അവർ കുട്ടികൾ പെൺകുട്ടി വരുന്നില്ല. പിന്നെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ വഴക്കുമല്ലോ ഉണ്ടോ ഇതിന്റെ കാര്യത്തിൽ? ഓടിത്തൊട്ട് കളിക്കാൻ വരാത്തതിന്റെ ബൊമ്മ വെച്ച് കളിച്ചോണ്ടിരിക്കുന്നത്? അതിന് ഞാൻ അവളിവിടെ കളിക്കില്ല. അവള് എപ്പോഴും ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കാൻ വരും. ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കുക? ഇന്നലെ നടന്ന ഒരു വഴക്ക് എന്താണ് ഈ ചെറിയ കാര്യത്തിന് വേണ്ടി? ഏത് ചെറിയ കാര്യത്തിനാണ് വഴക്കുണ്ടാക്കിയേ? ബലൂണിന് വേണ്ടി വഴക്കുണ്ടാക്കി. ചേച്ചി തട്ടിപ്പറിച്ചതിനാണോ അതോ അനിയത്തിക്ക് കിട്ടാത്തതിലാണോ? അപ്പൂപ്പൻ ബലൂൺ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഇവക്കും എനിക്ക് അതിൽ 5 ബലൂൺ ഉണ്ടായിരുന്നു. അപ്പം ഇവക്ക് എല്ലാം വേണമെന്ന് അവള് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 2 എണ്ണം എന്താ, നീ 3 എണ്ണം എടുത്തോ. അപ്പം അവളെനിക്ക് 1 തന്നിട്ട് അവക്ക് എന്നാ 1 വേണമെന്നും പറഞ്ഞ് നരാടി ഉണ്ടാക്കി. ഇതിൽ പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പൂപ്പൻ്റെ ഭാഗത്താണ് തെറ്റ്. 2 പിള്ളേരുള്ള വീട്ടിലെങ്ങനെയാണ് ഈ 5 ബലൂൺ മുറിക്കാൻ പറ്റുന്നത്? അതെന്ത് കണക്കാണ്? അത് അപ്പൂപ്പ ശരിയല്ലല്ലോ. ഒന്നീ അപ്പം 4 ബലൂൺ വാങ്ങിച്ചിരുന്നെങ്കിൽ 2 അവിടെ തീർന്നു. ഇല്ലെങ്കിൽ 6 ബലൂൺ വാങ്ങിക്കണം. അതും ഇല്ല 5 ബലൂൺ. 2.5 നമുക്ക് എന്തായാലും ബലൂൺ മുറിക്കാനും പറ്റത്തില്ല. പക്ഷെ എന്നിട്ട് അവസാനം ബലൂൺ ആരെടുത്തു? എല്ലാം പൊട്ടിച്ച് കളഞ്ഞോ അതോ? 3 എണ്ണം അവക്കും 2 എണ്ണം എനിക്കും വെച്ചെടുത്തു. ഈ മൂത്ത കുട്ടികളാവുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ അങ്ങ് സഹിക്കേണ്ടി വരുന്നുണ്ടല്ലേ നമ്മൾ? ഈ പറഞ്ഞ പോലെ നമുക്ക് 2 കിട്ടത്തുള്ളൂ, 3 അവർക്ക് തന്നെ കൊടുക്കണം. പിന്നെ പലപ്പോഴും വഴക്കിടുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ചെറിയ കുട്ടിയല്ലേ, നീ അങ്ങ് വിട്ടുകൊടുക്കുക, അങ്ങനെ പറച്ചിലുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? എപ്പോഴും പറയും. കാലാകാലങ്ങളായിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ഈ മൂത്ത കുട്ടികൾ അനുഭവിക്കുന്ന. മോൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ജനിച്ചാൽ മതിയായിരുന്നു, ഞാൻ ഇളയ കുട്ടിയായാൽ മതിയായിരുന്നു എന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? തോന്നി. ഒരുപാട് സങ്കടങ്ങളുമായിട്ട് പാവ ഒരു കുട്ടി നമ്മുടെ ഈ ഗെയിമിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് വിഷമങ്ങളുണ്ട് കുഞ്ഞിന്. അപ്പോൾ എന്തായാലും മാറ്റാം, നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്തായാലും പരിഹാരം ഉണ്ടാക്കാം. പ്രേക്ഷകർക്കും YXO കേരള എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഇതാ ഒരു സുവർണാവസരം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിനുള്ള ശരി ഉത്തരം ഇപ്പോൾ തന്നെ YXO കേരള എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്യൂ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ. സോ കീപ് ഓൺ മെസ്സേജിങ് ആസ് ഞങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങളുടെ YXO കേരള എന്ന ഇൻസ്റ്റാ പേജിൽ കിട്ടണം. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ ലക്ഷ്മി. ഓക്കെ, ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സായി കൃഷ്ണ പബ്ലിക് സ്കൂളിൽ പഠിക്കുകയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? എൻ്റെ വീട്ടിൽ ഞാനും അമ്മമ്മ, അച്ഛൻ, അമ്മ. അച്ഛൻ വേറെ? ചേട്ടൻ ഞാൻ ഒറ്റമോളാണ്. ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല? ഹാപ്പിയാണോ ഒറ്റമോളായതിൽ? അതോ ഇതുപോലൊരു അവിടെ ഒരു ചേച്ചിയുണ്ട്, ഇവിടെ ഒരു അനിയത്തിയുണ്ട്, 2 പേർക്കും പ്രശ്നങ്ങളാ? അത് അനിയനായതിലുള്ള പ്രശ്നം, ഇവക്ക് ചേച്ചി ആയതിലുള്ള പ്രശ്നം, മോൾക്കപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഇല്ല? കൂട്ടിന് ആരും ഇല്ല. ഉള്ളവർക്കുള്ളതിൻ്റെ പ്രശ്നം, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ പ്രശ്നം. ഇതിപ്പോൾ എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യും? അനിയത്തി ഒന്നെടുത്ത് കൊടുത്താലോ? നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാറ്റി കൊടുക്കാമെന്ന് സാധാരണ പറയാം. അത് കൊടുക്കണ്ട, വഴക്കാണെങ്കിൽ നിന്നോട്ടെ എന്ന് പറയും. ഇതിപ്പോൾ കൊടുത്തോളൂ എന്ന് ആലോചിക്കുന്ന പോലും എടുത്തോണ്ട് പോയിക്കോട്ടെ എന്നൊക്കെ. എനിക്ക് നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. പാവം കുഞ്ഞ് വീട്ടിൽ കിടന്നിട്ട് ബലൂണിൻ്റെ കാര്യത്തിൽ പോലും പ്രശ്നമാണ്. എന്നിട്ട് അപ്പോൾ മോളപ്പോൾ അച്ഛനും അമ്മയുടെ ഇത് പറഞ്ഞോ? ഒറ്റപ്പെടലാണ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പ്രതികരണം എന്താണ് ഇതിൽ? ഒന്നും പറയത്തില്ല, ഒന്നും പ്രതികരിക്കുന്നേ ഇല്ല. അമ്മയും അച്ഛനും ഉണ്ടല്ലോ പിന്നെന്താന്ന്. അമ്മയും അച്ഛനും ഉണ്ടല്ലോ പിന്നെന്താന്ന്. ഒരു ഒറ്റപ്പെടലാന്ന് പറയുമ്പോൾ അമ്മയും അച്ഛനും ഉണ്ടല്ലോ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവരതങ്ങ് ടാക്കിൾ ചെയ്യാണ്. എന്നാലും ഒന്നുകൂടെ ശക്തമായിട്ട് പറയണം കേട്ടോ. അനിയൻ വേണോ അനിയത്തി വേണോ? ഇനി അങ്ങനെയൊന്നുമില്ല, കിട്ടണം. എന്തൊക്കെയോ കിട്ടണമാവട്ടെ എന്ന്. ഇവിടെ ഒരാൾ അനിയത്തി ഉള്ളതിന് എങ്ങനെ സ്വിച്ച് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ നിനക്ക് എന്താ തോന്നുന്നത്? ഈ ചേച്ചിക്ക് ഒരു അനിയൻ വേണോ അനിയത്തി വേണോ? എന്താ തോന്നുന്നത്? അനിയത്തി വേണോ അനിയൻ വേണോ? ഇനി ചേച്ചിക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു വാവയെ കൂടെ ആവുകയാണെങ്കിൽ അനിയത്തി വേണോ അനിയനാണോ? ഏതാ നല്ലതെന്ന് പറഞ്ഞു കൊടുത്തേ. അനിയനാണെങ്കിൽ നമ്മളും കുറച്ചുകൂടെ
നമ്മളോട് കളിക്കണമെങ്കിൽ ഇവക്ക് പ്രശ്നം അതാ. അനിയനാണെങ്കിൽ കുറച്ചൊരു എനർജി ആയിട്ടൊക്കെ ഇരിക്കും. ഇത് ഈ പറഞ്ഞ മാതിരി കുറച്ച് സ്ലോ അല്ലേ, പേസ് സ്ലോ, വരുന്നില്ല അവളുമായിട്ട് കളിക്കാനായിട്ട്. ചിലപ്പോൾ ശരിയായി വരും. നീ പറഞ്ഞോ അത് കളിക്കാൻ വരണം, ബൊമ്മ വെച്ച് മാറ്റി വെച്ചിട്ട് നീ ആ ബൊമ്മ എടുത്ത് കളഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ബൊമ്മ മാറ്റി വെച്ചാൽ പോരെ. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല കുഴപ്പമില്ല, മോൾക്ക് കളിക്കാനുള്ള പ്രശ്നം. അതുകൊണ്ടാണ് അനിയനെ മാറ്റണമെന്നൊരാഗ്രഹമുണ്ട്. വേറെ പോയി കട്ടെടുത്തോണ്ടൊന്നും വരരുത്. ഓക്കെ, 1000 ബേബീസിലൊക്കെ കണ്ട പോലെ ഒന്നും ചെയ്യരുത്. ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടിനി പോവുക ജീവിതത്തിൽ. ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിനുള്ള സമയമായിരിക്കുന്നു. ഫസ്റ്റ് റൗണ്ട് GK റൗണ്ട്. GK റൗണ്ട് വളരെ സിമ്പിളാണ്. 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷേ 2 കാര്യങ്ങൾ നോക്കണം. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യം ആവർത്തിക്കും. ആദ്യം ഇംഗ്ലീഷിലായിരിക്കും, രണ്ടാമത് മലയാളമായിരിക്കും. മലയാളം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബസർ അടിക്കാൻ പാടുള്ളൂ. ഓരോ ശരി ഉത്തരവും ക്യാരി ചെയ്യുന്നത് 2 പോയിന്റ്സ് ആണ്. ചോദിക്കാം. ഓക്കെ, അപ്പോൾ ബസറിൽ കൈയൊക്കെ ഇങ്ങനെ വെച്ചിരുന്നോളൂ. മലയാളം ചോദിച്ചതിന് ശേഷം മാത്രം. ഓക്കെ, റെഡി? ആദ്യത്തെ ചോദ്യം. ഹൂ റോട്ട് അന്ന കരീനീന? അന്ന കരീനീന എഴുതിയത് ആരാണ്? ഓ ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻസർ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ്. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയിരിക്കുന്നത് നമ്മുടെ ടീം O ആണ്. ടീച്ചേഴ്സിൻ്റെ ഈ ടീമിൽ നിന്നും ശരി ഉത്തരം വന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം ദേ ആളുണ്ടല്ലോ. ഓക്കെ, മലയാളം കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. വിച്ച് ഓഷ്യൻ ഇസ് ദ സ്മോളസ്റ്റ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? O ടീമാണ്. ആർട്ടിക് ഓഷൻ. ആർട്ടിക് ഓഷ്യൻ. ശരി ഉത്തരം. അറിയായിരുന്നോ? ആർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ ഏതെങ്കിലുമൊക്കെ അറിയാമായിരുന്നോ? അറിയായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് കെമിക്കൽ എലമെന്റ് ഹാസ് ദി ആറ്റമിക് നമ്പർ 79? ആറ്റമിക് നമ്പർ 79 ഉള്ള രാസമൂലകം ഏതാണ്? വൈ ടീമാണ്. ഏതാണ്? ഗോൾഡ്. ഗോൾഡ്. ഗോൾഡ് ശരി ഉത്തരാണോ? ടീച്ചർ എന്നെ പറയണം. ശരി ഉത്തരമാണ്. ശരി ഉത്തരം ഗോൾഡ്. ആറ്റമിക് നമ്പർ 79 ആണ് ഗോൾഡിനുള്ളത്. അപ്പോൾ ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കറക്റ്റായിട്ട് പ്രസ് ചെയ്യാൻ ലേറ്റ് ആവരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നാലാമത്തെ ചോദ്യം. ഹൂ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു വിൻ നോബൽ പ്രൈസസ് ഇൻ 2 ഡിഫറെൻറ്റ് സയൻറ്റിഫിക് ഫീൽഡ്സ്? 2 വ്യത്യസ്ത ശാസ്ത്ര മേഖലകളിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി ആരാണ്? കറക്റ്റായിട്ട് വൈ ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഉത്തരം മേരി ക്യൂറി. മേരി ക്യൂറി. കറക്റ്റ് ആൻസർ. മേരി ക്യൂറിനെ പറ്റി അറിയോ? പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? പുസ്തകങ്ങൾ വായിച്ചാണോ? മേരി ക്യൂറിയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. കുറച്ചൊക്കെ അറിയാം. എന്തൊക്കെയോ ക്ലാസ്സിൽ പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ? ക്ലാസ്സിലൊന്നുമല്ല, യൂട്യൂബാണ്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം യൂട്യൂബിലാണല്ലോ ടീച്ചറെ പഠിക്കുന്നത്. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ. യൂട്യൂബിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അവർക്ക് എവിടുന്നൊക്കെയോ അറിവൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക്. ഓക്കെ, ഡൺ. അപ്പോൾ ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. റെഡി? ബസർ എല്ലാം അറിയാം, പക്ഷെ ബസർ പ്രസ് ചെയ്യാൻ ഒന്ന് ഡിലേ ആവുന്നുണ്ട്. ഓക്കെ, അതാണ് 2 ടീമുകളും 4-4 നിൽക്കുവാണ്. ഇനി ബസർ ഇനിയെങ്കിലും കറക്റ്റായിട്ട് പ്രസ് ചെയ്തെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും കാര്യങ്ങൾ. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ജോയിന്റ് ഇൻ ദി ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സന്ധി ഏതാണ്? കാൽമുട്ടിലെ സന്ധി. മുട്ട്. കാൽമുട്ട്. കാൽമുട്ട്. ശരി ഉത്തരം. കൈമുട്ട്. കറക്റ്റ്. മുട്ട് എന്നുള്ളതാണ്. നീ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അറിയായിരുന്നോ? സന്ധിവാദം എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേൾക്കാൻ വഴിയില്ല. അവൻ കേട്ടിട്ടുണ്ടോ? അതൊന്ന് പറഞ്ഞേ. നീ എന്താ സന്ധിവാദം എന്താന്ന് പറഞ്ഞേ? കേട്ടിട്ടേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. എന്നാലും നിനക്ക് അറിയണമെന്നോ? എന്ത് തോന്നുന്നു നിനക്ക്? സന്ധിവാദം. സന്ധി ഇത് മുട്ടാണെന്ന് പറഞ്ഞു. സന്ധിവാദം ജോയിന്റിലുണ്ടാവുന്ന എന്തോ ആണ്. അത്രേ ഉള്ളൂ. എന്തായാലും ഇനി ഒരു 10-50 വർഷം എടുക്കും അത് കേട്ട് വരാനായിട്ട്. കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ അറിയാല്ലേ ജി വാദം? അറിയാം, നല്ലോണം അറിയാം. അതെ, നല്ലോണം അറിയാം. ഞാൻ വരെ ഇപ്പം അറിഞ്ഞൊക്കെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പ്ലാനറ്റ് ഇസ് നോൺ ആസ് ദി എർത്ത്സ് ട്വിൻ? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? വൈ ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഉത്തരം വീനസ്. വീനസ് അഥവാ ശുക്രൻ. ശരി ഉത്തരം. എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എത്രയാണ്? 8 ഗ്രഹങ്ങളാണോ ടീച്ചറെ ഉള്ളത്? അവർ പറഞ്ഞത് ശരിയാണ്. 9 ഉണ്ടായിരുന്നു നേരത്തെ, അതാണ് 8 ആയിട്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ 9 ആയിരുന്നു ആക്ച്വലി.
ഏത് ഗ്രഹമാണ് പോയതെന്നൊന്ന്? പ്ലൂട്ടോ പോയി. അങ്ങനെ 8 ഗ്രഹേ ഉള്ളൂ. 8 ഗ്രഹം ഏതാണെന്നറിയോ? വല്ല ഐഡിയ ഉണ്ടോ? അറിയാം, മോൾക്കറിയാം, ഒന്ന് പറഞ്ഞു നോക്കിയേ. 8 ഗ്രഹം: മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ. കറക്റ്റ്, വെരി ഗുഡ്. ഒരു കൈയടി കൊടുത്തേ. 8 ഗ്രഹങ്ങളും പറഞ്ഞിരിക്കുകയാണ്. അടിപൊളി. ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. വേറെ ഒന്നും ആലോചിച്ച് നിൽക്കരുത്. ഓക്കെ, 7ാമത്തെ ചോദ്യം: വിച്ച് ലേക്ക് ഇൻ കേരള ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇറ്റ് മെയിൻലി ഹാസ് 8 ബ്രാഞ്ചസ്? പ്രധാനമായും 8 ശാഖകൾ ഉള്ളതിനാൽ കേരളത്തിലെ ഏത് കായലിനാണ് അത്തരമൊരു പേര് ലഭിച്ചത്? അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ. എന്തുകൊണ്ടാണ് അഷ്ടമുടി കായല്? 8 കായലുകൾ ഒരുമിച്ച് ചേർന്നത്. എങ്ങനെയാ പേര് വന്നതെന്ന്? 8 അഷ്ടാന്ന് പറഞ്ഞാൽ അഷ്ടലക്ഷ്മി എന്നൊക്കെ പറയുമ്പോ 8 ലക്ഷ്മിമാർ, അതുപോലെ അഷ്ട എന്ന് പറയുന്ന 8 എന്നുള്ളതിന്റെ സൂചനയായിട്ട് അഷ്ടമുടി. ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ടീച്ചേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ടീച്ചേഴ്സ് ഇന്നത്തെ ജനറേഷനിലെ പിള്ളേരെ മാനേജ് ചെയ്യാൻ എങ്ങനെയുണ്ട്? ഒരു 90s പിള്ളേരാണോ എളുപ്പം? അതായത് 90s എന്ന് പറയുന്നത് എൻ്റെ തലമുറയാണ്. 90s പിള്ളേരെയാണോ മെരിക്കാൻ എളുപ്പം, അതോ ഈ പിള്ളേരെയാണോ പാടാരാ? 90s കുട്ടികളെ എളുപ്പമാണ് നമുക്ക് മരിക്കാൻ. ഇപ്പോൾ പറയട്ടെ, ഇപ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അവരെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. വിഷമമുണ്ടോ ചൂരൽ വടിയൊക്കെ നിരോധിച്ചു? ഞാൻ സാധാരണ അടിക്കാറില്ല. അതെൻ്റെ ഒരു അനുഭവം കൊണ്ടാണ്. ഒന്നാമത് എൻ്റെ വീട്ടിൽ ഒരുപാട് എൻ്റെ അച്ഛനും അമ്മയും ടീച്ചർമാരാണ്. ഹസ്ബൻഡ് ടീച്ചർ, ഞാൻ ടീച്ചർ, ഹസ്ബൻഡിൻ്റെ അച്ഛൻ ടീച്ചർ. അങ്ങനെ ഞങ്ങളൊരു ടീച്ചർ ഫാമിലിയാണ്. അതല്ല അതിൻ്റേത്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്കൊരു ചോദ്യം, കടൽ വെള്ളം വറ്റിച്ചാൽ എന്ത് കിട്ടുമെന്ന്. ശരിക്കും ആൻസർ ഉപ്പെന്നായിരുന്നു. പക്ഷെ ഞാൻ മീനെന്ന് എഴുതി. പക്ഷെ എന്നെ ടീച്ചർ ഒന്നും പറഞ്ഞില്ല. ടീച്ചർ എന്നെ എല്ലാവരും കളിയാക്കി. മാർക്ക് പോയി. എനിക്ക് വിഷമമായെങ്കിൽ ടീച്ചർ എന്നെ സ്റ്റാഫ് റൂമിൽ വിളിച്ച് എനിക്കൊരു ചോക്ലേറ്റ് തന്നു. അതിനുശേഷം ഞാൻ ഇതേവരെ പഠിക്കാത്തതിന് അടിക്കാറില്ല. കുരുത്തക്കേട് കാണിച്ചാൽ എന്തെങ്കിലും അടിക്കാറില്ല. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു ബോയ്സ് ഹൈസ്കൂളിലാണ് ജോലി കിട്ടിയത് ആദ്യം. ഞാനൊരു ചെറിയ കമ്പെടുത്ത് ഒരു കുരുത്തക്കേട് അടിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേദനിച്ചില്ലെന്ന്. കളിയാക്കി. ടീച്ചറിൻ്റെ അടി എനിക്ക് വേദനിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷം കമ്പെടുത്തിട്ടേ ഇല്ല. എന്നാലും കാര്യമായിട്ടൊക്കെ അടി കൊടുത്തിരുന്നോ? അടി കൊടുത്തിരുന്നു. പക്ഷെ അതുപോലെ അവരെ തടവുകയും ചെയ്തിരുന്നു. ഞാൻ ചോദിക്കുന്നോണ്ട് വേറെ ഒന്നും തോന്നരുതേ. എല്ലാ ടീച്ചേഴ്സിനുള്ള ഒരു കാര്യമാണ്, ഒരു വട്ടപ്പേര് കാണും സ്കൂളിൽ. എന്തെങ്കിലും ഒരു സ്വഭാവം കൊണ്ടിട്ടോ അവരുടെ ഇത് കൊണ്ടിട്ടോ ഉണ്ട്. എന്താണെന്നൊന്ന് പറഞ്ഞേ. കാരണം എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ട്. നമ്മളിത് സ്ഥിരമായിട്ട് നമ്മളിത് കേൾക്കുന്നതാ. എന്താണെന്നൊന്ന് പറഞ്ഞേ വട്ടപ്പേര്. ഞാൻ നടക്കുമ്പോൾ ഒരു ചരിവുണ്ടായിരുന്നേ. അപ്പൊ ബോയ്സ് ഹൈസ്കൂളിൽ കുട്ടികൾ എന്നെ മോഹൻലാൽ എന്നാണ് വിളിച്ചിരുന്നത്. ലാലേട്ടനായിരുന്നു ഞങ്ങളുടെ. അതാണ്, ബോയ്സ് ആണ് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ടീച്ചറിന് കാണും, എന്തെങ്കിലും കാണും, ഒന്നുമില്ല. പക്ഷെ വട്ടപ്പേര് കാണും. ടീച്ചർ അറിയാത്തതാണ്. ഇതിൻ്റെ ഇവരുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ചാടി നിന്നാ പഠിപ്പിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഇരട്ടപ്പേരൊക്കെ കുതിര എന്നാണ്. എത്തി കുതിര എത്തി എന്നൊക്കെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടോ അനുഭവം? എന്തെങ്കിലും വട്ടപ്പേര് ഓഫീസിൽ വല്ലത് രജിസ്ട്രേഷൻ്റെ? വട്ടപ്പേരേ ഇല്ല. ജീവിതത്തിലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സുന്ദരിയായിരുന്നു, അതെനിക്കറിയാം. ഈ തിളങ്ങുന്ന സ്കിന്നും ചിരി നാണം വരുന്നുണ്ട്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് 90-ലൊക്കെ ഉണ്ട്, 90-ൽ ആ സമയങ്ങളിലാണ്. ആ ഓഫീസിൽ ഞാനായിരുന്നു സിവിൽ സ്റ്റേഷന് ആദ്യമായിട്ട് 2 വീലർ ഓടിച്ചിട്ടൊക്കെ പോയത്. അന്നേരം എല്ലാവരും ഇങ്ങനെ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഹെൽമെറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ടേ പോവുള്ളൂ. ഒരു സൗന്ദര്യം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നോക്കി ഇങ്ങനെ ആൾക്കാർ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ അന്നത്തെ ഹെൽമെറ്റ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ലിപ്സ്റ്റിക്കും ഹെയർ സ്റ്റൈലും എല്ലാം കാണാൻ പറ്റും. ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു. എന്തിനാണ് ഇത്? വഴിഞ്ഞൊഴുകല്ലേ. എന്തിനാ ലിപ്സ്റ്റിക്കും കൂടെ എന്തിനാണ്? റെഡി. 8ാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡ്. ശരി ഉത്തരം. എങ്ങനെ അറിയായിരുന്നു? ടെക്സ്റ്റ് ബുക്കിൽ GK പഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷനിൽ രണ്ടുപേരും കൂടെ മൂന്നുപേരും കൂടെ ചേർന്ന് വട്ടം കൂടി അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിസ്കസ് ചെയ്യുന്ന സമയം കുഞ്ഞുങ്ങളൊന്ന് പഠിച്ചിട്ടങ്ങ് പറഞ്ഞു പോയി. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. ഓക്കെ, റെഡി.
Which sport is associated with the term penalty corner? ഏത് കായിക ഇനമാണ് പെനാൽറ്റി കോർണർ എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓ ടീമാണ്. ഫുട്ബോൾ. 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 ഫുട്ബോൾ ആണോ പെനാൽറ്റി കോർണർ? അല്ല. അല്ല എന്നാണ് പറയുന്നത്. ഫുട്ബോളിലാണോ പെനാൽറ്റി കോർണർ കേട്ടിട്ടുള്ളത്? ആണെന്നാണ് തോന്നുന്നത്. ഫുട്ബോൾ കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതെങ്കിലും ഫുട്ബോളറെ അറിയോ ലോക പ്രശസ്തരായിട്ടുള്ള? പ്രശസ്തരല്ല, എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു അതെനിക്കിഷ്ടമായി. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള വൈഫ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ശരിക്കും ഇത് ഞാൻ കണ്ടു പഠിക്കണം. കാരണം ഞാൻ ചോദിച്ചു ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഫുട്ബോളർ അറിയോ? പ്രശസ്തനൊന്നും അല്ല, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് നല്ലോണം ഫുട്ബോൾ കളിക്കുന്നത്. പക്ഷെ അത് കൊള്ളാം കേട്ടോ, അതൊരു കോൺഫിഡൻസ് അല്ലേ? നല്ല കാര്യമോ ടീച്ചറെ? പ്രശസ്തനല്ല, പക്ഷെ നന്നായിട്ട് തന്നെ ഫുട്ബോൾ അദ്ദേഹം കളിക്കുന്ന ഒരാളാണ്. ഓക്കെ, വേറെ ഏതെങ്കിലും പ്രശസ്തരെ അറിയോ ലോക ഫേമസ്? പെലേനെ അറിയാം. ആ, അടിപൊളി. ബാക്കി മെസ്സി, റൊണാൾഡോ അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ട്? റൊണാൾഡോ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും പെലേനെക്കാളും കഴിക്കുന്ന എൻ്റെ ചേട്ടനാ. അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഉത്തരം തെറ്റാണ്. അതിനും ഒരേ റിയാക്ഷൻ ആണല്ലോ. ശരി ഉത്തരത്തിനും തെറ്റുത്തരത്തിനും ഒരേ റിയാക്ഷൻ ആയിക്കോട്ടെ. ആ, ഓക്കെ. അപ്പോൾ തെറ്റുത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പാസ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു അവസരം തരുന്നു. പാസ് ചെയ്താൽ നിങ്ങൾ ഏത് ഉത്തരം പറയും? ഹോക്കി. ഹോക്കി. പെനാൽറ്റി കോർണർ ഏത് സ്പോർട്ട് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി ശരി ഉത്തരം. അപ്പോൾ പാസ് ചെയ്ത് വന്നുകൊണ്ട് ഒരു പോയിന്റ് ഞങ്ങൾ വൈറ്റ് ടീമിന് കൊടുക്കുകയാണ്. ഹോക്കി എന്ന് അവർ പറഞ്ഞത് ശരി ഉത്തരം. ഫുട്ബോളിനാണെങ്കിൽ പെനാൽറ്റി ഉണ്ട്, കോർണർ കിക്കും ഉണ്ട്. പക്ഷേ പെനാൽറ്റി കോർണർ ഉള്ളത് ഹോക്കിയിലാണ്. അതായിരുന്നു കുറച്ചൊരു കൺഫ്യൂസിങ്. എനിക്ക് തോന്നുന്നു ആ പെനാൽറ്റി എന്ന് കേട്ടപ്പം ടീച്ചർ അങ്ങനെ പോയി. ഓക്കെ, നോ വറീസ്. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കണം. ഒരു പോയിന്റേ അവർ ലീഡ് ചെയ്യുന്നുള്ളൂ. കറക്റ്റായിട്ട് പിടിച്ചോണം. ഓക്കെ. വാട്ട് ഈസ് ദി ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ ദി ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ടൂത്ത് ലിഗമെന്റ്. ടൂത്ത് ലിഗമെന്റ് തെറ്റുത്തരമാണ്. ഇനി ഇവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു. പാസ് ഓവർ ആണ്, ബസർ വേണ്ട. ഇനാമൽ. എന്തിന്റെ ഇനാമൽ? ടൂത്തിന്റെ ഇനാമൽ. കറക്റ്റ് ആൻസർ. ടൂത്ത് വരെ അവന് കിട്ടി, ഇനാമലാന്ന് വന്നില്ല. അത്രയേ ഉള്ളൂ. ലിഗമെന്റിലോട്ട് പോയി, കുഴപ്പമില്ല. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ പോയിന്റ്സ് നോക്കണ്ടേ നമുക്ക്? 9 പോയിന്റ്സ് ആണ് രണ്ട് ടീമിന് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഇരു ടീംസും 9 പോയിന്റുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനെ ഒന്ന് മേളോട്ടോ താഴോട്ടോ ഒക്കെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് കിടക്കണം. ആൻഡ് ദ സെക്കൻഡ് റൗണ്ട് ഇസ് ഗെയിം റൗണ്ട്. ഈ ഗെയിമിൻ്റെ പേര് ബോൾ ഇൻ ദി ബൗൾ. വേറൊന്നുമില്ല. 35ഓളം ബോൾസ് നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ ചേച്ചി, കളർഫുൾ ആയിട്ടുള്ള ബോൾസ്. ഗ്ലാസസ് വച്ചിട്ടുണ്ട്, ബൗളും അവിടെ വച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല. ഓരോരോ ബോൾസ് എടുക്കുക. ബോൾസ് എടുത്തിട്ട് ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ജസ്റ്റ് നമ്മൾ എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒന്നിൽ ഇത് ബൗൺസ് ചെയ്ത് ഇതിലോട്ടൊന്ന് വീഴണം. ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. ഓക്കെ, വെരി സിമ്പിളാണ്. സോ രണ്ട് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് ആരൊക്കെയാണ് വരാൻ പോകുന്നത്? ഞാനാണ് വരണത്. ഓക്കെ, വൈറ്റ് ടീമിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങിയാലോ? റെഡി? വൈറ്റ് ടീം. അപ്പോൾ മോളെ ഇത്രയേ ഉള്ളൂ. ഗ്ലാസസ് 5 എണ്ണം ഉണ്ട്. ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ബൗൺസ് ചെയ്ത് ബൗളിലോട്ട് വീണാൽ മതി. 35 ബോൾസിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ബോൾസ് ആ ബോളിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ടീമായിരിക്കും വിജയിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് ബൗൾസ് ഒക്കെ പോകുമ്പോഴത്തേക്കും പേടിക്കേണ്ട, പറ്റുന്ന മാത്രം നമ്മൾ എടുത്താൽ മതി, മോളെടുത്താൽ മതി. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പൊക്കോട്ടെ. യെസ്, കമോൺ, പതിയെ ചെയ്താൽ മതി. കറക്റ്റാണ് മോൾ ചെയ്യുന്നത്. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ മതി. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊണ്ടാൽ മതി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കമോൺ, കമോൺ. കറക്റ്റ്, കറക്റ്റ്, വെരി കറക്റ്റ്, വെരി കറക്റ്റ്. പൊക്കോട്ടെ. പതിയെ ചെയ്താൽ മതി. മോൾ ചെയ്യുന്നത് കറക്റ്റാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യാ, സൂപ്പർ. കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഒരു ബോൾ വീണ് കഴിഞ്ഞു. കറക്റ്റായിട്ട് വീണു. കറക്റ്റ് ആ തേർഡിലെല്ലാം ബൗൺസ് ചെയ്തിട്ട് സൂപ്പർ. വാവ്. ഓട്ടെ. ഓ, അടിപൊളിയായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇതായതേ ഉള്ളൂ.
നോക്കി ചെയ്താൽ മതി, നോക്കി ചെയ്താൽ മതി. നോക്കി പതിയെ മതി. ഏതിലാണ് ബൗൺസ് ചെയ്ത്? ഒയ്യോടാ, ജസ്റ്റ്. ഓഫ്, കറക്റ്റാണ് കേട്ടോ മോള് ചെയ്യുന്നത്. ഓ, പോട്ടെ പോട്ടെ, അടുത്ത പിടിച്ചോ. പതിയെ മതി, കറക്റ്റാണ്. ടീച്ചറെ നാക്ക് മനസ്സിലായോ? ആ, എല്ലാം മനസ്സിലാക്കി. കറക്റ്റാണ്. ഇതൊരു ആംഗിൾ ഓഫ് ഇതാണ് നമ്മൾ പറയും ഈ പാരഗോള എന്നൊക്കെ പറയുന്ന ഇതുപോലെ. കറക്റ്റ് അതിൽ വന്നാൽ ഓഫ്, കറക്റ്റാണ് കേട്ടോ മോള് ചെയ്യുന്നത്. അത് പറഞ്ഞാൽ അത് കറക്റ്റ്. ഓഫ്, ഓ, ഓക്കെ, കറക്റ്റ് കറക്റ്റ്. ഒന്നുകൂടെ വെരി ഗുഡ്. ആ, ഓക്കെ, ഒന്നുകൂടെ നോക്കിയോ. ഇനി 4 ബോൾ കൂടെ ഉണ്ട്, ശ്രമിച്ചോ. ഓ, സൂപ്പർ. അടിപൊളി. അങ്ങനെ 35 ബോൾസിൽ നിന്നും 3 ബോൾസ് ബൗളിലേക്ക് ഇടാനായിട്ട് മോൾക്ക് സാധിച്ചിരിക്കുന്നു. സൂപ്പർ ഗുഡ്, അടിപൊളിയായിട്ട് പ്ലേ ചെയ്തു. വെറുതെ അല്ല. അപ്പം അനിയത്തിക്കുട്ടി ഇനി ബൊമ്മ പിടിച്ചിരുന്നാൽ വലിച്ചെറിഞ്ഞു കേട്ടോ. നല്ല അസലായിട്ട് മിടുക്കിയായിട്ട് മോളത് പ്ലേ ചെയ്തു. നല്ലൊരു കൈയടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഓ ടീമിൽ നിന്നും ആരാണ്, ഏത് ടീച്ചറാണോ ചേച്ചിയാണോ ആരാണ് വരുന്നേ? ഞാൻ രാധാമണി. രാധാമണി ചേച്ചിയാണ് വരാൻ പോകുന്നത്. അപ്പം നല്ലൊരു കൈയടി കൊടുത്തോണ്ട് തന്നെ ചേച്ചീനെ ദേ വിളിക്കുകയാണ്. Your time starts now. ഓ, ആ പോട്ടെ. ആദ്യത്തെ ഇതിൽ തന്നെ ത്രോയിൽ തന്നെ ഒരെണ്ണം കിട്ടിയിരിക്കുകയാണ്. ഓഫ്, ചേച്ചിക്ക് നാക്ക് കിട്ടി. പോയി. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. കമോൺ കമോൺ കമോൺ. കറക്റ്റാണ് ചേച്ചി ചെയ്യുന്ന, കറക്റ്റാണ്. എവിടെയാണെന്ന് നോക്കിയിട്ട് കറക്റ്റ് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പോയത് പൊക്കോട്ടെ ചേച്ചി. പോയി, ജസ്റ്റ് മിസ്. കറക്റ്റാണ്, പയ്യെ ചെയ്താൽ മതി. കറക്റ്റാണ് ചെയ്യുന്നത്. വെരി ഗുഡ്, കറക്റ്റാണ്. ഫേസ് മാത്രം നോക്കുക. ഒന്നുകൂടെ നോക്കി. കമോൺ കമോൺ കമോൺ. അതെ, പോയത് പൊക്കോട്ടേച്ചി. ഓ, പോയത് പൊക്കോട്ടെ. ഇനി ഒരുപാട് ബോൾസ് ഉണ്ട്. കറക്റ്റായിരുന്നു. ജസ്റ്റ് മിസ്. ഷോ, കറക്റ്റാണ്. അങ്ങനെ 3 എണ്ണമായിരിക്കും. ഇനി ഒരെണ്ണം കൂടെ വീണാൽ പോട്ടെ പോട്ടെ, അത് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇനി ഭയങ്കര വാശി കേട്ടോ. പൊക്കോട്ടെ പൊക്കോട്ടെ പൊക്കോട്ടെ. ഈ 4 എണ്ണം ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ 2 ടീംസും കിട്ടിലമായിട്ട് തന്നെ പെർഫോം ചെയ്തു. നമ്മുടെ വൈറ്റ് ടീം ആദ്യം പ്ലേ ചെയ്യാനെത്തി. അവർ ഈ ഒരു ബൗളിലേക്ക് 3 ബോൾസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. മോൾ അസലായിട്ട് ചെയ്തു. ഇനി അടുത്ത നമ്മുടെ ടീം ഓ ഈ പറഞ്ഞതുപോലെ ബൗളിൽ ഇട്ടിരിക്കുന്നത് 4 ബോൾസ് ആയിരുന്നു.
അങ്ങനെ 5 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നു ഈ റൗണ്ടിൽ ടീം ഓ. അങ്ങനെ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ സ്കോർ നില നോക്കുമ്പോൾ 9-ൽ നിന്നും 5 പോയിന്റ് കൂടി മേടിച്ചെടുത്ത് 14 പോയിന്റിലേക്ക് ആക്കിയിരിക്കുന്നു നമ്മുടെ ടീം ഓ. 9 പോയിന്റുമായിട്ട് ടീം വൈദ തൊട്ട് പിറകെ തന്നെയുണ്ട്. പേടിക്കേ വേണ്ട, സാധാരണയായിട്ട് 3-ാമത്തെ റൗണ്ടിൽ കാര്യങ്ങൾ മറിയാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കറിയാം. ഞങ്ങളുടെ 3-ാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. തേർഡ് റൗണ്ട് സ്വിച്ചിങ് ഓവർ. സോ സ്വിച്ചിങ് ഓവർ റൗണ്ടിലേക്ക് കടക്കുകയാണ്. 3-ാമത്തെ റൗണ്ടാണ്. അറിയാലോ 5 ചോദ്യമേ ഉള്ളൂ. ടീച്ചേഴ്സിൻ്റെയും ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇന്നത്തെ തലമുറയിലെ പിള്ളേർ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്ന വിഷയങ്ങളായിരിക്കും. അതേസമയം നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇവർക്കൊക്കെ കൂടുതലായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും. പേടിക്കേ വേണ്ട, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടും വായിച്ചൊക്കെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യത്തെ ചോദ്യം ടു വൈറ്റ് ടീമാണ്. ഹൂ സ്റ്റാർഡ് ആസ് റോക്കി ബൽബോവ ഇൻ ദി റോക്കി ഫിലിം സീരീസ്? റോക്കി ഫിലിം പരമ്പരയിൽ റോക്കി ബൽബോവയായി അഭിനയിച്ചിരിക്കുന്ന താരം ആരാണ്? ഇംഗ്ലീഷ് താരമാണ്. റോക്കി എന്ന് പറയുന്ന സിനിമ കേട്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ റിലീസായിട്ട് ഭയങ്കര യൂണിവേഴ്സൽ ലെവലിൽ ഒരുപാട് കളക്ഷൻ നേടിയ. ഇവർക്കറിയോ? നിങ്ങൾക്കറിയോ? അറിഞ്ഞൂടെ? എന്തോ ഒരു ഇതറിയാം. റോക്കി അതിൽ ഒരുപാട് പാർട്സ് ഉണ്ടായിരുന്നു. 1, 2, 3 ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ 2 ഫേമസ് ആക്ടേഴ്സിൽ ഒരു ഫേമസ് ആക്ടർ ഇദ്ദേഹമാണ് ആ കാലഘട്ടത്തിൽ. ഏതെങ്കിലും ഇംഗ്ലീഷ് ആക്ടേഴ്സിൻ്റെ ഒന്ന് പേര് പറഞ്ഞു നോക്കിയേ. മോനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഇംഗ്ലീഷ് ആക്ടറെ അറിയോ? കുറച്ച് ബോഡി ബിൽഡറൊക്കെയാണ് അദ്ദേഹം. അറിയത്തില്ല? മോൾക്ക് എനി ഐഡിയ? അറിയത്തില്ല. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് സിൽവസ്റ്റർ സ്റ്റാലൻ. സിൽവസ്റ്റർ സ്റ്റാലൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേയില്ല. ഇപ്പോൾ അദ്ദേഹം പ്രായമായി, പക്ഷേ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റ് സിനിമയാണ് റോക്കി എന്നൊക്കെ പറയുന്നത്. എനിക്കൊന്ന് ഇവിടെ സ്റ്റാലൻ എന്നൊക്കെ സിൽവസ്റ്റർ എന്നൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2-ാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. ഹൂ ഈസ് എ ഫേമസ് മലയാളം ഫിലിം ആക്ടർ who died by falling off a helicopter during a movie shoot? ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട മലയാള നടൻ ആരാണ്? ഭയങ്കര ഫേമസ് പേരാണ്. അദ്ദേഹം ഹെലികോപ്റ്ററിൻ്റെ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്, ഹെലികോപ്റ്ററിലാണ് അദ്ദേഹത്തിനുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ചേച്ചിമാർക്കെല്ലാം അറിയാം. പറയല്ലേ. ആവേശം ചാടി വീഴാണ്. അന്നത്തെ കാലത്തെ ക്രഷായിരുന്നു. ഏതെങ്കിലും നടന്മാർ ആ കാലത്ത് അറിയാമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. പഴയ സിനിമയിലെ നടന്മാർ ആരെയൊക്കെ അറിയാം മോന്? ആരെ അറിയില്ലേ? നിനക്ക് ഇന്നത്തെ കാലത്ത് ആരെ ഇഷ്ടം? ഇന്നത്തെ കാലത്ത് ഫഹദ് ഫാസിലിനെ ഇഷ്ടമാണ്. മോൾക്കോ ഇന്നത്തെ കാലത്ത് ആരെ ഇഷ്ടം? പ്രണവ് മോഹൻലാൽ. ലാലേട്ടൻ വിട്ടു, പ്രണവ് മോഹൻലാൽ വരെ എത്തി ഞങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവർക്ക് ആൻസർ അറിയില്ല എന്നാണ് പറയുന്നത്. ഉത്തരം ഞാൻ തന്നെ പറയുന്നു. ജയൻ ആണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട മലയാള നടൻ. 3-ാമത്തെ ഇതിലേക്ക് പോവാണ്. വിച്ച് ഈസ് എ കേരളാസ് ഫസ്റ്റ് പ്രൈവറ്റ് ചാനൽ? ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ? TV ചാനൽസ് കാണാറില്ലേ? TV കാണാറില്ലേ? അപ്പം അതിലേറ്റവും ആദ്യം നമുക്ക് ഈ ദൂരദർശനൊക്കെ ആയിരുന്നു. ദൂരദർശൻ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് വന്ന മലയാളത്തിലെ പ്രൈവറ്റ് ചാനൽ ഏതാണ്? നിങ്ങൾ ഇന്നും കാണുന്നുണ്ട്, ഇന്നും സക്സസ്ഫുൾ ആണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ്. ഏതാണ്? നിങ്ങൾ കാണാറുണ്ട്? നിങ്ങൾ സീരിയൽസ് അറിയുന്ന എല്ലാ ചാനലും ഒന്ന് പറഞ്ഞു നോക്കിയാൽ. കേരളത്തിലെ ഏറ്റവും ഫേമസ് ചാനലാണ്. TV കാണാറില്ലേ? കാണാറുണ്ട്. ഏതാണ് മലയാളത്തിൽ കാണുന്നത്? എന്താണ് മലയാളത്തിൽ കാണുന്നത്? ഏഷ്യാനെറ്റ്. നിങ്ങൾ ഉറക്കെ പറയെങ്കിൽ. ഏഷ്യാനെറ്റ്. എന്ത് തോന്നുന്നു? ഏഷ്യാനെറ്റ് ആണോ സ്വകാര്യ ചാനല്? അല്ല. ഏഷ്യാനെറ്റ് അല്ല, പിന്നെ ഏതായിരിക്കും? പിന്നെ വേറെ ഏതൊക്കെ ചാനലുണ്ട്? കൊച്ചു TV ആണെന്നൊന്നും പറയരുത്. കൊച്ചു TV ഒക്കെ ഈ ഇടയ്ക്ക് വന്നേ ഉള്ളൂ. വേറെ ഏത് ചാനലാണെന്നാണ് തോന്നുന്നത്? സൂര്യയുണ്ട്, മഴവിൽ മനോരമയുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. ഏത് തോന്നുന്നു മോൾക്ക്? സ്വകാര്യ ചാനൽ ഏതായിരിക്കും? ഫ്ലവേഴ്സ്. തെറ്റുത്തരമാണ് ഫ്ലവേഴ്സ്. കുഞ്ഞുങ്ങൾ അവരുടെ പ്രായത്തിലുള്ളതേ നോക്കിയിട്ടുള്ളൂ. ഏഷ്യാനെറ്റാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇനി 4-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.
Who is the drama guru and Malayalam actor who has acted in only 2 Malayalam films? മലയാളത്തിലെ 2 സിനിമയിൽ മാത്രം അഭിനയിച്ച മലയാളികൾക്ക് പ്രിയപ്പെട്ട നാടകാചാര്യൻ ആരാണ്? അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ ഭയങ്കര ഹിറ്റാണ്, 500 ദിവസമൊക്കെ ഓടിയ സിനിമയാണ്. ഇപ്പോഴും ആ സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏതെങ്കിലും ഞാൻ വേണമെങ്കിൽ ഒരു ഡയലോഗ് പറയാം. മറക്കണോ ഇന്നെങ്ങനെ ഡയലോഗ് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല, ഓർക്കുന്നേ ഇല്ല. നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? ചേച്ചി ചാടി വീഴ വേണ്ട. ഏതെങ്കിലും ഗോഡ് ഫാദർ എന്നൊരു മലയാള സിനിമ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് അഭിനയിച്ചെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കണ്ടിട്ടേ ഇല്ല ഗോഡ് ഫാദർ എന്ന മലയാള സിനിമ? കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല? ഗോഡ് ഫാദർ സിനിമ കണ്ടിട്ടില്ല? മലയാളികളുടെ ഏറ്റവും വലിയ വികാരമായ ഗോഡ് ഫാദർ എന്ന സിനിമയിലെ മേജർ കഥാപാത്രം അവതരിപ്പിച്ച NN പിള്ള സാറാണ് അതിനുള്ള കറക്റ്റ് ആൻസർ. ചേച്ചിമാരിലേക്ക് വരുമ്പോൾ ഏതാണ് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാരാണ്? പ്രിയപ്പെട്ട താരമൊക്കെ എന്ന് പറഞ്ഞേ. എല്ലാ താരങ്ങളെയും ഇഷ്ടമാണ്. എന്നാൽ ഒരാളെ പറയാനായിട്ട് ആരുമില്ല. അന്നത്തെ കാലത്ത് ക്രഷ് തോന്നിയ ഒരു നടൻ പറഞ്ഞേ. അന്നത്തെ കാലത്ത്, ചേച്ചിയുടെ കോളേജ് കാലത്ത്. പഴയ കാലത്ത് നസീർ സാറിനോട് ക്രഷ്. ഓക്കെ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് മമ്മൂക്കയാണ്. കുറച്ച് യൂത്ത് ആണ്. പഴയതാണെങ്കിൽ നസീർ സാറാണ്. ഓക്കെ. പിന്നെ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നിയൊരു കാര്യം, ഈ കുട്ടികളുടെയൊക്കെ ഒരു കാലത്താണ്, ഈ ഒരു 90s ജനിച്ചിരുന്നതെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു, എനിക്ക് അന്നത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിഷമം തോന്നുന്നൊരു കാര്യം. അങ്ങനെ എല്ലാം ചെയ്തായിരുന്നു അന്ന്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ്. അന്നത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പാട്ട് പാടാറുണ്ടോ ചേച്ചി? ഇപ്പം ഡാൻസ് പഠിക്കുന്നുണ്ട്. പാട്ട് പാടാറുണ്ടോ? പാട്ടും ചെറുതായിട്ടൊന്ന് 2 വരി മൂളുവോ ഞങ്ങൾക്ക് വേണ്ടി? കാണാതെ ഒന്നും അറിയില്ല. എന്തേലും മതി. നസീർ സാറിന്റെ പാട്ടുകളായാലും മതി. ഓർമ്മയുള്ളത് മതി. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ സ്വയം പ്രഭേസന്തേ ഉറക്കൂ. അടിപൊളി. വാവ്. ഇനി അപ്പോൾ എന്തായാലും ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. നമ്മുടെ ടീം വൈയുടെ അടുത്താണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ഐശ്വര്യ റോയ് വിൻ ദ ടൈറ്റിൽ ഓഫ് മിസ് വേൾഡ്? മിസ് വേൾഡ് പട്ടം ഐശ്വര്യ റായ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏത് വർഷത്തിലാണ്? ഐശ്വര്യ റായിനെ കണ്ടിട്ടുണ്ടോ? ഫോണിൽ കണ്ടിട്ടുണ്ട്. ഐശ്വര്യ റായ് എങ്ങനെയാ ഇരിക്കുന്നേ? കൊള്ളാവോ ഐശ്വര്യ റായ്? പോയോ? കൊള്ളാവോ കൊള്ളത്തില്ല? എന്താ തോന്നുന്നു മോൾക്ക്? കൊള്ളാം. കുഴപ്പമില്ല, പ്രശ്നമില്ല. കാണാൻ എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. ഐശ്വര്യ റായ്ക്ക് മിസ് വേൾഡ് ടൈറ്റിൽ കിട്ടിയ വർഷം ഏതെങ്കിലും ഒരു ചുമ്മാ ഒന്ന് കറക്കി കുത്തി പറഞ്ഞ 90s കാലഘട്ടമാണ്. അതായത് 1990, 1990 to 2000 ഒക്കെ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു സമയമാണ്. എപ്പോഴാ മോള് ജനിച്ചേക്കുന്നത്? എപ്പോഴാ? 2012 ജനിച്ചിരിക്കുന്നത്. ഓക്കെ. ഏതെങ്കിലും ഒരു വർഷം ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. 1996 എന്ന് മോള് വെറുതെ ഒന്ന് കറക്കി കുത്തിയതാണ്, പക്ഷേ തെറ്റുത്തരമാണ്. 1994 ആണ് ഐശ്വര്യ റായ്ക്ക് മിസ് വേൾഡ് ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ റൗണ്ടിൽ അവരൊന്നും തന്നെ സെക്യൂർ ചെയ്തിട്ടില്ല. അപ്പോൾ O ടീമിൻ്റെ അടുത്തുള്ള ആദ്യത്തെ ചോദ്യമാണ്. ഇതൊരു ഇമേജ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ഒരു ഇമേജ് കാണിക്കും. അതൊരു ചെരുപ്പാണ്. അതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് പറയണം. ലോക പ്രശസ്തമായിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ചപ്പലാണ്. അത് ഏതാണ് ആ ബ്രാൻഡ് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും, പെണ്ണെന്നില്ല ആണെന്നില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, കൊച്ചു പിള്ളേരെന്നില്ല, അമ്മാതിരി ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ പടം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? യെസ്, പിക്ചർ. ഈ ചെരുപ്പ് എവിടെയെങ്കിലും ആരുടെയെങ്കിലും കാലിൽ കിടന്നതായിട്ടോ ഏതെങ്കിലും വീടുകളുടെ ഫ്രണ്ടിൽ കണ്ടതായിട്ടോ ഓർക്കുന്നുണ്ടോ? ഈ ചെരുപ്പ് കണ്ടിട്ടുണ്ടോ? ലൂണാറാണോ? ലൂണാറോ? ലൂണാറല്ലേത്, തെറ്റുത്തരം. ബാറ്റയുടെ ആണോ? ഒന്ന് ഓടിക്കോണം കണ്ടം വഴി. ബാറ്റയല്ല, ലൂണാറല്ല. ലൂണാർ തെറ്റുത്തരം.
എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ആരുടെയെങ്കിലും കാലിൽ ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇതെന്താണെന്ന്? അവൻ അതറിയാം, അവൻ അതാണ് ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാ മോനെ? ക്രോക്സ്. ക്രോക്സ് ആണ് ഇതിൻ്റെ പേര്. ക്രോക്സ് ഏറ്റവും എനിക്ക് തോന്നുന്നു നമുക്ക് എന്ത് പർപ്പസിനും റഫ്യൂസിന് വരെ പറ്റുന്ന രീതിയിലാണ് അവരത് മേക്ക് ചെയ്തിരിക്കുന്നത്. ക്രോക്സ് എന്നാണ് മുതലയുടെ ക്രോക്സ്. അത്രയും റഫ്യൂസിന് പറ്റിയൊരു ചപ്പൽ കൂടിയാണ്. ഒരുപാട് വർഷം, എനിക്ക് 10 വർഷം വരെയൊക്കെ കടന്ന ചരിത്രം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതിനൊക്കെ. അപ്പോൾ ക്രോക്സ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം. അവതാർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അവതാർ എന്ന ഇംഗ്ലീഷ് സിനിമ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? അദ്ദേഹം തന്നെയാണ് ടൈറ്റാനിക് എന്ന സിനിമയെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ടൈറ്റാനിക് എന്ന വിശ്വപ്രശസ്ത സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ് അവതാറും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സംവിധാനം ചെയ്തത് ആരെന്നറിയില്ല. അവതാർ സിനിമ കണ്ടിട്ടുണ്ട്. സംവിധാനം നിങ്ങൾ നോക്കിയിട്ടില്ല. വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് പടങ്ങൾ? ഇംഗ്ലീഷ് പടം പൊതുവെ അങ്ങനെ കാണാറില്ല. ഇതൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ് കാണാൻ. അങ്ങനെ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് കാണാൻ പോയതാണ്. ടൈറ്റാനിക് ഒക്കെ കണ്ടിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഓസ്കാർക്ക് കിട്ടിയൊരു പേരാണ്. എന്നിട്ട് ഏതെങ്കിലും ഇംഗ്ലീഷ് പടം കണ്ടിട്ട് ഇടയ്ക്ക് നിന്ന് ഇറങ്ങി പോകാൻ തോന്നിയിട്ടുണ്ടോ? നല്ല പടം, നല്ല പടമായിരുന്നു അവതാർ. സൂപ്പർ പടമായിരുന്നു. എന്തായിരുന്നു അവതാറിന്റെ കഥ എന്നല്ലോ ഓർക്കുന്നുണ്ടോ ചേച്ചി? അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെയൊന്നും ഓർക്കുന്നില്ല. എന്തായിരുന്നു കുറച്ച് വല്ല ഓർമ്മയുണ്ടോ? എന്ത് തോന്നി അവതാർ കണ്ടിട്ട് ചേച്ചിക്ക്? എന്ത് തോന്നി? കൊള്ളാം, നല്ല പടമായിരുന്നു. ചേച്ചി കണ്ടിട്ടുണ്ടോ അവതാർ? കണ്ടിട്ടില്ല. ഇവിടെയോ അവതാർ കണ്ടില്ല? അങ്ങോട്ടില്ല. ഞങ്ങൾ ജയൻ സാറ് മരണപ്പെട്ട വാർത്തയിൽ കുടുങ്ങി നിൽക്കുകയാണ്. ആ ചോദ്യത്തോടു കൂടി ഞങ്ങൾ തകർന്നു പോയി, ആ ഓർമ്മയിലായിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ അവതാർ ടൈറ്റാനിക്കൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്ന ആളുടെ പേര് ജെയിംസ് കാമറൂൺ എന്നാണ്. ഓക്കെ, അവതാർ സംവിധാനം ചെയ്തിരിക്കുന്ന ജെയിംസ് കാമറൂൺ. ഓക്കെ, കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? കേട്ടിട്ടുണ്ട് എവിടെയോ, പക്ഷേ നമ്മൾ ഇന്ന് പറഞ്ഞില്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. വാട്ട്സ് ദ മീനിങ് ഓഫ് നോ ക്യാപ്പ്? നോ ക്യാപ്പ് എന്ന് ഇന്നത്തെ തലമുറ സുലഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം എന്താണ്? ക്യാപ്പ്, CAP, നോ ക്യാപ്പ്. നോ ക്യാപ്പ്, ഇറ്റ്സ് നോട്ട് എ ക്യാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നോ ക്യാപ്പ് ഇൻ ദാറ്റ് എന്നൊക്കെ നമ്മൾ പറയാം. നോ ക്യാപ്പ് ഇൻ ഇറ്റ്. നോ ഐഡിയ. നോ ഐഡിയയുടെ ഏറെക്കുറെ. തെറ്റല്ല എന്നുള്ളതിൻ്റെ ഒരു വേറൊരു അർത്ഥമാണ് നോ ക്യാപ്പ് ഇൻ ഇറ്റ്. ആക്ച്വലി വാട്ട് ഹി ഈസ് ടെല്ലിംഗ് ഇസ് ലൈക്ക് നോ ക്യാപ്പ് ഇൻ ഇറ്റ് എന്നിങ്ങനെ പറയും. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? കള്ളം പറയുന്നില്ല. കള്ളം പറയുന്നില്ല, കണ്ടോ? അതവർക്കറിയാം. നോ ലൈ ഓർ നോട്ട് എക്സാഗ്രേറ്റിംഗ്, ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് കള്ളമില്ല അതിനകത്ത് എന്നുള്ളതാണ് നോ ക്യാപ്പ് എന്ന്. നോ ക്യാപ്പ്, നോ കള്ളം, അതാണ് അവർ ക്യാപ്പ് എന്നുള്ളത്. നമുക്ക് ക്യാപ്പ്, ഈ ക്യാപ്പേ അറിയത്തുള്ളൂ അല്ലേ? എന്നാൽ അതല്ല ഇന്നത്തെ തലമുറ നോ ക്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ ലൈ. ഓക്കെ, നാലാമത്തെ ചോദ്യം. വാട്ട് ഇസ് എ പെയ്ഡ് വേർഷൻ ഓഫ് യൂട്യൂബ് കോൾഡ്? യൂട്യൂബിൻ്റെ പണമടച്ചുള്ള പതിപ്പിനെ എന്താണ് വിളിക്കുന്നത്? യൂട്യൂബ് എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ? യൂട്യൂബിൽ നമുക്ക് യൂട്യൂബ് കാണാൻ പണം കൊടുക്കണ്ട, എന്നാൽ പണം അടച്ചാൽ പരസ്യം ഇല്ലാണ്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും വീഡിയോസ്. പരസ്യമില്ല. മറ്റേ നമ്മൾ യൂട്യൂബ് കാണുമ്പോൾ നമ്മൾ സ്കിപ്പ് ആഡൊക്കെ കൊടുക്കത്തില്ലേ? ഇതൊന്നും വേണ്ട. പരസ്യം ഇല്ലാതെ നമുക്ക് ത്രൂ ഔട്ട് ദ വീഡിയോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും അത്? ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി. എന്തെങ്കിലും എന്തായിരിക്കും? യൂട്യൂബ് കാണുന്നുണ്ട്. യൂട്യൂബിൽ എന്താ കൂടുതലായിട്ട് കാണുന്നത്? ചേച്ചി എന്താ കാണുന്നത്? ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ കാണാറുണ്ട്. രാഷ്ട്രീയമാണെങ്കിലും കാണാറുണ്ട്. പിന്നെ അധികം പാട്ടും ഡാൻസും. ചേച്ചിയോ യൂട്യൂബിൽ എന്താ കൂടുതൽ വാച്ച് ചെയ്യുന്നത്? കുക്കറി? പാട്ടാണ്. ടീച്ചർ? പാട്ടുകൾ തന്നെയാണ്. കുക്കിംഗ് ഷോ, ബ്യൂട്ടി വ്ളോഗ്സ് ഒന്നും കാണാറില്ല? ഇല്ല, അധികം ഇല്ല. യൂട്യൂബിൽ പണം അടച്ചുകൊണ്ടുള്ള പതിപ്പിനെ എന്താ പറയുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പരസ്യം ഇല്ലാതെ ഇല്ല. നിങ്ങൾക്കറിയോ? പ്രീമിയം. എന്ത് പ്രീമിയം? യൂട്യൂബ് പ്രീമിയം കറക്റ്റ് ആൻസർ ആണ്. കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം അറിയാം. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം. നെയിം ദ ഗെയിം ദാറ്റ് ഫീച്ചേഴ്സ് കളർഫുൾ ബേർഡ്സ് ദാറ്റ് ഫ്ലൈ ആൻഡ് ഡിസ്ട്രോയ് തിങ്സ് വെൻ ദേ ലോഞ്ച്ഡ് ബൈ എ സ്ലിംഗ് ഷോട്ട്. ഒരു സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് വിക്ഷേപിക്കുമ്പോൾ വസ്തുക്കളെ പറത്തി നശിപ്പിക്കുന്ന വർണ്ണാഭമായ പക്ഷികളെ അവതരിപ്പിക്കുന്ന ഗെയിമിൻ്റെ പേരെന്താണ്? ഇതൊരു പക്ഷികളെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗെയിം നമ്മുടെ മനസ്സിലേക്ക് വരും. തെറ്റാലിയാണ്. തെറ്റാലി അറിയാം? മറ്റെങ്ങനെ തെറ്റാലി ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇതെല്ലാവരും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികളല്ലേ, നിങ്ങളെല്ലാവരും കളിക്കുന്നുണ്ട് തോന്നുന്നല്ലേ ഇത്? തെറ്റാലി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഞെട്ടിയിരിക്കുകയാണ്. തെറ്റാലി എന്താണെന്നല്ല ഐഡിയ ഉണ്ടോ? എന്താണ്? അപ്പോൾ ഈ തെറ്റാലിക്കകത്താണ് പക്ഷികളെ വെച്ച് അവർ ഓരോ വസ്തുക്കളെ നശിപ്പിക്കുന്നത്. എന്താണ് ആ ഗെയിം? ഇനി ഐഡിയ? ഗെയിം എന്തെങ്കിലും കളിക്കാറുണ്ടോ ചേച്ചി? നോ. നിങ്ങൾ അന്ന് കളിച്ചുകൊണ്ടിരുന്ന ഗെയിംസ് എന്തൊക്കെയായിരുന്നു? അത് കളിച്ചിട്ടുണ്ട്, ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. അന്നത്തെ കളികൾ അത് വേറെയാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ അവർക്കറിയാം, അവർ ചെയ്യുന്നതാണ് ആംഗ്രി ബേർഡ്സ് ആണ്. ആംഗ്രി ബേർഡ്സ് കളിക്കാറുണ്ടോ? ആംഗ്രി ബേർഡ്സ് ആണ് അതിനുള്ള ആൻസർ. ഈ റൗണ്ടിലാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങളുടെ കോമ്പറ്റീഷൻ തുടങ്ങി ഇത്ര എപ്പിസോഡ്സ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റും സെക്യൂർ ചെയ്യാതെ 2 ടീമുകളും മാറുന്നത്. അതിൽ നിങ്ങൾക്ക് 2 പേർക്കും ഒന്ന് കൈയടിക്കാം. 0 മാർക്കാണ് നിങ്ങൾക്ക് 2 ടീമിനും. ഇനി ഞങ്ങളുടെ ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ 14 പോയിൻറ്റ്സുമായിട്ട് ഞങ്ങളുടെ ടീം ഓയാണ്, 9 പോയിൻറ്റ്സുമായിട്ട് ടീം വൈയു ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ റണ്ണേഴ്സ് അപ്പിനുള്ള പ്രൈസ് സ്വീകരിക്കാനായിട്ട് ടീം വൈ. ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് സച്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. കൂടാതെ ഇവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. ഒപ്പം തന്നെ മെമെന്റോസും ഉണ്ട്. ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ വിജയികളെയാണ് മുന്നോട്ട് ക്ഷണിക്കുന്നത്. ടീം ഓ. ഇവർക്ക് ലഭിക്കുന്നത് സച്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, 3000 rupees ക്യാഷ് പ്രൈസ്, കൂടാതെ മെമെന്റോസും കൂടെ ഉണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, നമ്മുടെ വൈ ടീമിനെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ ഓ ടീമാണ് ഇന്ന് വിജയിച്ചിരിക്കുന്നത്. ഒരു വലിയ കൈയടി അവർക്ക് കൊടുക്കുന്നു. ഗെയിം റൗണ്ടൊക്കെ അസാധ്യമായിട്ട് അവർ പ്ലേ ഓഫ് ചെയ്തപ്പോൾ പ്രായം ഒന്നിനും തന്നെ പ്രശ്നമല്ല. പ്രായത്തെ വെല്ലുന്ന കഴിവുമായിട്ട് ഇതുപോലുള്ള മിടുക്കികളും മിടുക്കന്മാരും നമ്മുടെ വേദിയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വിൽ ബി ബാക്ക് സൂൺ. ആൻഡ് ദിസ് ഇസ് ദി എൻ്റയർ ടീം ഓഫ് RG Media 360 presenting YXO Kerala winding up. Gift sponsored by Chichi, The Gourmet House,